യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ ശ്ലീഹ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? യേശുവിനു വേണ്ടി എങ്ങനെ ശുശ്രൂഷ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? ഒടുവിൽ എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. യോഹന്നാൻ എന്ന വാക്കിന് ദൈവത്തിന്റെ കൃപ എന്നാണ് അർത്ഥം വരുന്നത്. യോഹന്നാൻ ഗലീലക്കാരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് സെബദി, അമ്മയുടെ പേര് ശലോമി. ഈ ശലോമി യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരി എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ യാക്കോബ്. ഈ യാക്കോബ് യേശുവിന്റെ ശിഷ്യനായിരുന്നു. ബൈബിളിൽ പലപ്പോഴും സെബദി പുത്രന്മാർ എന്നാണ് ഇവരെ ഒന്നിച്ച് വിശേഷിപ്പിക്കുന്നത്. യേശുവിന്റെ ശിഷ്യനാകുന്നതിന് മുൻപ് യോഹന്നാൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു എന്ന് കരുതപ്പെടുന്നു. സ്നാപക യോഹന്നാൻ യേശുവിനെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തിയതു മുതൽ യോഹന്നാൻ ശ്ലീഹ യേശുവിനെ പിന്തുടരുകയായിരുന്നു. ഒരിക്കൽ ഗലീലിയ കടൽ തീരത്ത് വെച്ച് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന യോഹന്നാനെയും യാക്കോബിനെയും യേശു തന്റെ കൂടെ വരാൻ വിളിച്ചു. അവർ ഉടനെ തന്നെ തങ്ങളുടെ അപ്പനെയും വള്ളത്തെയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. പിന്നീട് 12 അപ്പോസ്തലന്മാരിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. യേശുവിന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യോഹന്നാൻ ഒരു യുവാവായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. 12 ശിഷ്യന്മാരിൽ യോഹന്നാൻ പ്രധാനിയായിരുന്നു. മറ്റു ശിഷ്യന്മാരെക്കാൾ യേശു യോഹന്നാനെ സ്നേഹിച്ചിരുന്നു. യോഹന്നാനും യേശുവിനെ ഒരുപാട് സ്നേഹിച്ചു. ഇദ്ദേഹത്തെ സ്നേഹത്തിന്റെ ശിഷ്യനെന്നും വിളിച്ചിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരാണ് യേശുവിന്റെ അടുത്ത സുഹൃത്തുക്കൾ. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചവരിൽ ഒരാളായിരുന്നു യോഹന്നാൻ ശ്ലീഹ. താബോർ മലയിലെ യേശുവിന്റെ രൂപാന്തരീകരണ സമയത്തും, ജായറോസിന്റെ മകളെ ഉയർപ്പിച്ച സമയത്തും, പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ സമയത്തും, യെരുശലേം പള്ളിയുടെ നശീകരണത്തെക്കുറിച്ച് പ്രവചിച്ച സമയത്തും, ഗെത്സമനിലെ യേശുവിന്റെ വേദനയുടെ നിമിഷങ്ങളിലും അദ്ദേഹം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ യോഹന്നാൻ തുടക്കത്തിൽ വളരെ മുൻകോപിയും ആവേശഭരിതനുമായ ഒരു യുവാവായിരുന്നു. ഒരിക്കൽ ശമരിയയിലെ ഒരു ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ ആകാശത്ത് നിന്നും തീയിറക്കി ഇവരെ നശിപ്പിക്കുക എന്ന് യോഹന്നാനും യാക്കോബും യേശുവിനോട് പറഞ്ഞു. ഈ ഒരു ചോദ്യം കാരണം യേശു അവർക്ക് ബൊവനേഗസ് അഥവാ ഇടിമുഴക്കത്തിന്റെ പുത്രന്മാർ എന്ന പേര് നൽകി. അദ്ദേഹത്തിന്റെ യൗവനത്തിൽ ആദ്യം ഒരുപാട് എടുത്തുചാട്ടക്കാരനാണെങ്കിലും പിന്നീട് സ്വഭാവത്തിൽ ഒരുപാട് സൗമ്യതയുള്ളവനും തന്നെ താഴ്ത്തി യേശുവിനെ ഉയർത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നു. യോഹന്നാൻ യേശുവിനെ തന്റെ ജീവന് തുല്യം സ്നേഹിച്ചു. അദ്ദേഹം യേശുവിന്റെ സ്നേഹത്തെ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുവും യോഹന്നാനും തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധം വളരെ സവിശേഷമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം പേര് വെളിപ്പെടുത്താതെ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന വിശേഷത്തിലൂടെയാണ് അദ്ദേഹം ഈ ബന്ധത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെറുമൊരു ശിഷ്യൻ എന്നതിലുപരി യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന ആത്മസുഹൃത്തായിരുന്നു യോഹന്നാൻ. അന്ത്യത്താഴ വേളയിൽ യേശുവിന്റെ തൊട്ടടുത്തിരിക്കാനും യേശുവിന്റെ മാറോട് ചേർന്ന് കിടക്കാനും ഭാഗ്യം ലഭിച്ചത് ഈ യോഹന്നാനാണ്. യേശുവിന്റെ ഹൃദയമിടിപ്പ് പോലും കേൾക്കാൻ സാധിക്കുന്ന അത്രയും അടുത്ത ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. യേശു പിടിക്കപ്പെട്ടപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാരും ഭയന്നോടി. ഒളിച്ചപ്പോഴും യോഹന്നാൻ മാത്രം യേശുവിനെ വിട്ടുപിരിഞ്ഞില്ല. യേശുവിന്റെ വിചാരണ സമയത്തും പിന്നീട് കുരിശിലേറ്റുന്ന യാത്രയിലും അദ്ദേഹം കൂടെയുണ്ടായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം നിമിത്തം അദ്ദേഹം കുരിശിന് ചുവട്ടിൽ ഉറച്ചു നിന്നു. മരണവേദനയുടെ അവസാന നിമിഷങ്ങളിൽ പോലും യേശുവിന് യോഹന്നാനെ പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് യേശു തന്റെ മാതാവായ മറിയത്തെ യോഹന്നാന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. ഇതാ നിന്റെ മകൻ എന്നും ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞ് യേശു ആ സ്നേഹബന്ധത്തെ ഉറപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ പത്രോസിനോടൊപ്പം യോഹന്നാനും കല്ലറയിലേക്ക് ഓടിയെത്തി. കല്ലറയ്ക്കുള്ളിലെ ക്രമീകരണങ്ങൾ കണ്ടപ്പോൾ തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അദ്ദേഹം വിശ്വസിച്ചു. യേശുവിന്റെ മരണശേഷം പത്രോസ് തന്റെ പഴയ ജോലിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ
യോഹന്നാനും അവനോടുകൂടെ പോയി. പിറ്റേ ദിവസം രാവിലെ ഗലീലിയ കടൽ തീരത്ത് നിൽക്കുന്ന യേശുവിനെ ആദ്യം തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ്. അത് കർത്താവാകുന്നു എന്ന് പത്രോസിനോട് പറയുന്നത് യോഹന്നാനാണ്. സ്നേഹം കൊണ്ടുള്ള ആത്മബന്ധം കാരണമാണ് ദൂരെ നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യെരുശലേമിലെ ആദ്യകാല സഭയെ കെട്ടിപ്പടുക്കുന്നതിൽ യോഹന്നാൻ ശ്ലീഹ വഹിച്ച പങ്ക് വളരെ വലുതാണ്. യെരുശലേമിലെ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു യോഹന്നാൻ. പൗലോസ് ശ്ലീഹ തന്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പത്രോസിനെയും യോഹന്നാനെയും സഭയുടെ തൂണുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പെന്തക്കോസ്ത വരം ലഭിച്ച ശേഷം യെരുശലേമിലെ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുകയും യോഹന്നാൻ ആ കൂട്ടായ്മയെ ആത്മീയമായി നയിക്കുകയും ചെയ്തു. യോഹന്നാൻ എഴുതിയ 5 പുസ്തകത്തിൽ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് 10 വിധത്തിലുള്ള സത്യം പറഞ്ഞിരിക്കുന്നു. 1. ദൈവം സ്നേഹമാണ്. 2. തന്റെ പുത്രനെ സ്നേഹിക്കുന്നു. 3. പുത്രനും പിതാവിനെ സ്നേഹിക്കുന്നു. 4. ദൈവം അപ്പോസ്തലന്മാരെ സ്നേഹിക്കുന്നു. 5. ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. 6. യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു. 7. ക്രിസ്തു എല്ലാ വിശ്വാസികളെയും സ്നേഹിക്കുന്നു. 8. എല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. 9. വിശ്വാസി തമ്മിൽ സ്നേഹിക്കണം. 10. സ്നേഹം ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സഹനങ്ങൾ കേവലം ശാരീരിക പീഡനം മാത്രമല്ലായിരുന്നു, മറിച്ച് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെ തെളിവുകളായിരുന്നു. യെരുശലേമിൽ സഭ വളർന്നു വന്ന കാലത്ത് പത്രോസിനോടൊപ്പം ചേർന്ന് യോഹന്നാൻ നടത്തിയ പ്രവർത്തനങ്ങൾ അധികാരികളെ പ്രകോപിപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:5 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സുവിശേഷം പ്രസംഗിച്ചതിന് യോഹന്നാനെയും പത്രോസിനെയും തടവിലാക്കി എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഒരിക്കലും യേശുവിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ അനുസരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുവിൻ എന്നും പറഞ്ഞ് യോഹന്നാൻ ധീരമായി അവരോട് സംസാരിച്ചു. അക്കാരണത്താൽ ചമ്മട്ടി കൊണ്ട് അവരെ ഒരുപാട് അടിച്ചു. അടി ഏറ്റുവാങ്ങിയ ശേഷവും സന്തോഷത്തോടെ അവർ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. എന്നാൽ റോമൻ ചക്രവർത്തി ഡൊമിഷ്യന്റെ കാലത്താണ് യോഹന്നാൻ ഏറ്റവും വലിയ പീഡനം നേരിടേണ്ടി വന്നത്. റോമൻ ചക്രവർത്തി ഡൊമിഷ്യൻ യോഹന്നാനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ റോമിലെ പോർട്ട ലാറ്റീന എന്ന സ്ഥലത്ത് വെച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് എറിഞ്ഞു. എന്നാൽ സാധാരണഗതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കേണ്ട സ്ഥാനത്ത് ദൈവാനുഗ്രഹത്താൽ ഒരു പോറരു പോലും ഏൽക്കാതെ അദ്ദേഹം അതിൽ നിന്നും പുറത്തു വന്നു. ഈ അത്ഭുതം കണ്ടുനിന്നവർ അതിശയിച്ചു. യോഹന്നാനെ കൊലപ്പെടുത്താൻ സാധിക്കില്ലെന്ന് കണ്ട ചക്രവർത്തി അദ്ദേഹത്തെ നാടുകടത്താൻ ഉത്തരവിട്ടു. യോഹന്നാനെ ഗ്രീസിനടുത്തുള്ള പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. AD 95-96 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ഗ്രീസിനടുത്തുള്ള ഈജിയൻ കടലിലെ വിജനമായ ഒരു ചെറിയ ദ്വീപാണ് പത്മോസ്. അന്നത്തെ കാലത്ത് രാഷ്ട്രീയ തടവുകാരെയും കുറ്റവാളികളെയും നാടുകടത്തിയിരുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. വാർദ്ധക്യത്തിലെ അവശതകൾ ഉണ്ടായിരുന്നിട്ടും ദ്വീപിലെ കല്ലുഹനികളിൽ യോഹന്നാൻ കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. തന്റെ പ്രിയപ്പെട്ട സഭകളിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ഒറ്റപ്പെട്ട് അദ്ദേഹം ശത്രുക്കളുടെ കാവലിൽ ആ വിജനഭൂമിയിൽ കഴിഞ്ഞു. ഈ കഷ്ടാനുഭവങ്ങൾക്കിടയിലാണ് അദ്ദേഹം വെളിപാട് പുസ്തകം എഴുതുന്നത്. യോഹന്നാൻ ഒരു കർത്താവിന്റെ ദിവസം പ്രാർത്ഥനയിലിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. വെളിപാട് പുസ്തകത്തിൽ താൻ കണ്ടതും താൻ കേട്ടതും ലോകത്തിന്റെ അവസാനത്തെയും കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. AD 96 ഡൊമിഷ്യൻ ചക്രവർത്തി കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത് അധികാരത്തിൽ വന്ന നോർവ ചക്രവർത്തി പല തടവുകാരെയും മോചിപ്പിച്ചു. ആ കൂട്ടത്തിൽ യോഹന്നാൻ ശ്ലീഹയെയും മോചിപ്പിക്കുകയും അദ്ദേഹത്തെ തിരിച്ച് എഫേസസിലേക്ക് അയക്കുകയും ചെയ്തു. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ രക്തസാക്ഷിത്വം വരിക്കാത്ത ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹയാണ്. തന്റെ ജീവിതത്തിലെ അവസാന നാളുകൾ ചിലവഴിച്ചത് എഫേസസിലാണ്, അതായത് ഇന്നത്തെ തുർക്കി. AD 100 വയസ്സിനോടടുത്ത പ്രായത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യോഹന്നാൻ ശ്ലീഹയെ എഫേസോസിലെ കുന്നിൻ മുകളിലാണ് അടക്കം ചെയ്തത്. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് മുകളിൽ വലിയൊരു ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു. ഇന്നും തുർക്കിയിലെ സെൽചുക് എന്ന സ്ഥലത്ത് ഈ കല്ലറയുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും.